നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം തമിഴ്നാട് തിരുവള്ളൂരിൽ ചരക്ക് ട്രെയിനിന് തീപിടുത്തമുണ്ടായ സംഭവത്തിൽ വലിയ രീതിയിലുള്ള ആകാംക്ഷ ഉയരുകയാണ്. എങ്ങനെയാണ് ഈ ചരക്കു തീവണ്ടിക്ക് തീപിടിച്ചത് എന്ന സംശയം നിലനിൽക്കുകയാണ്. രാവിലെ 5:30 അപകടം ഉണ്ടായത്. ചെന്നൈയിൽ നിന്നും ആന്ധ്രയിലേക്ക് പോയ ട്രെയിനിനാണ് തീപിടിച്ചത്. മാത്രമല്ല, ഈ തീപിടുത്തമുണ്ടായതിന് 100 മീറ്റർ അപ്പുറത്ത് ട്രാക്കിൽ വലിയ രീതിയിലുള്ള വിള്ളൽ കാണപ്പെടുകയും ചെയ്തിരുന്നു. ആരെങ്കിലും ആസൂത്രണമായി ഇത് ചെയ്തതാണോ എന്ന സംശയവും കൂടി നിലനിൽക്കുകയാണ്. ഡീസൽ കയറ്റി വന്നവയാണ് കത്തിയത്. സംഭവത്തെ തുടർന്ന് അരക്കോണത്തിനും ചെന്നൈക്കുമിടയിലുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ജനവാസ മേഖലയിലേക്ക് അടുത്താണ് അപകടം ഉണ്ടായത്. ഇവിടെ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുമുണ്ട്. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നാണ് റെയിൽവേ അറിയിച്ചിട്ടുള്ളത്. അപകടത്തിൽ ആളപായമില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. 3 വാഗണുകൾ പാലം തെറ്റിയതിന് പിന്നാലെ ഇന്ധന ചോർച്ചയുണ്ടായി ട്രെയിനിന് തീപിടിക്കുകയായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. റെയിൽവേയും പോലീസും പ്രദേശവാസികളും അടക്കം ഇടപെട്ട് തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തിയിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് ഇതുവഴിക്കുള്ള 8 ട്രെയിനുകൾ പൂർണ്ണമായി റദ്ദാക്കിയതായി റെയിൽവേ അറിയിച്ചു. അപകടത്തെ തുടർന്ന് 5 ട്രെയിനുകൾ വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. ട്രെയിൻ അപകടത്തിന് പിന്നാലെ തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. 2 ട്രാക്കുകളിലൂടെ ട്രെയിൻ ഗതാഗതം വീണ്ടും തുടങ്ങി. 3-4 ട്രാക്കുകളിലൂടെയാണ് അപ്പോൾ ട്രെയിൻ പോകുന്നത്. ചെന്നൈ സെൻട്രൽ അറക്കോണം ലൈനിൽ എംഒ സർവീസ് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. എംഒ സർവീസ് പതിവ് ടൈം ടേബിൾ അല്ല ഓടുന്നത്. 30 മിനിറ്റിൽ 1 ട്രെയിൻ വീതമാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ പുലർച്ചെ 5:30 ഗുഡ്സ് ട്രെയിൻ തീപിടിച്ചത്. ഡീസലുമായി പോവുകയായിരുന്ന ട്രെയിനിന്റെ 5 ബോഗികൾ കത്തി നശിക്കുകയായിരുന്നു. തിരുവള്ളൂർ റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് വെച്ചാണ് തീപിടുത്തം ഉണ്ടായത്. ട്രെയിനിൽ നിന്ന് വലിയ രീതിയിൽ തീയും പുകയും ഉയർന്നതോടുകൂടി 2 കിലോമീറ്റർ പരിസരത്ത് നിന്നും ആളുകളെ ഒഴിപ്പിച്ചു. 10-ലധികം ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ട്രെയിനിൽ 27,000 ലിറ്റർ ഡീസൽ ഉണ്ടായിരുന്നതായാണ് ജില്ലാ കളക്ടർ പറയുന്നത്. ഗുഡ്സ് ട്രെയിൻ തീപിടിച്ച അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 100 മീറ്റർ അകലെ ട്രാക്കിൽ വിള്ളൽ കണ്ടെത്തിയത് അട്ടിമറിയാണോ എന്ന സംശയങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. റെയിൽവേയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. അപകടത്തെക്കുറിച്ച് റെയിൽവേ പോലീസ് അന്വേഷണം ആരംഭിച്ചു വരുന്നു. അതേസമയം അപകട കാരണത്തെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്ന് റെയിൽവേ അറിയിച്ചു. അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 100 മീറ്റർ അകലെയാണ് ട്രാക്കിൽ വിള്ളൽ കണ്ടെത്തിയത് എന്നാണ് അട്ടിമറി സംശയം കൂടാനുള്ള കാരണം. സംഭവത്തിൽ റെയിൽവേ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മുതിർന്ന റെയിൽവേ ഉദ്യോഗസ്ഥരും അഗ്നിരക്ഷാസേനയും പരിസരത്ത് പരിശോധന നടത്തിയിട്ടുണ്ട്. 45 ടാങ്കർ, അതായത് 27,000 ലിറ്റർ ക്രൂഡ് ഓയിലാണ് ട്രെയിനിൽ ഉണ്ടായിരുന്നത്. ഒരു ടാങ്കറിൽ തീപിടുത്തം ഉണ്ടായതിനു ശേഷം മറ്റുള്ളവയിലേക്ക് വ്യാപിക്കുകയായിരുന്നുവെന്ന് റെയിൽവേ അധികൃതർ വ്യക്തമാക്കി. തീപിടുത്തത്തിന്റെ കാരണം ഇനിയും വ്യക്തമായിട്ടില്ല. അപകടത്തിന് പിന്നാലെ ട്രെയിനിൽ നിന്ന് വൻതോതിൽ തീയും പുകയും ഉയർന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. തുടർന്ന് ചെന്നൈ അരക്കോണം റൂട്ടിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. തിരുവള്ളൂർ വഴിയുള്ള 8 ട്രെയിനുകൾ റദ്ദാക്കി. 5 ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. 8 ട്രെയിനുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. അപകടത്തിൽ ആർക്കെങ്കിലും പരിക്കേറ്റതായോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. 70% തീ അണച്ചതായി തിരുവള്ളൂർ ജില്ലാ കളക്ടർ എം പ്രതാപ് അറിയിച്ചിരുന്നു. 14-ലധികം ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. അപകടം നടന്ന 2 കിലോമീറ്റർ ചുറ്റളവിൽ ആളുകളെ ഒഴിപ്പിച്ചു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.